വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ബീച്ച് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ബീച്ചിലത്തെ വിശേഷങ്ങൾ അങ്ങനത്തെ ഗൈസ് നമ്മളിതാ ബീച്ചിനടുത്തെത്താൻ അയക്കണേ. ഇതാ നമ്മൾ പോയ പാർക്കാണിത്. ഇനി ഇത് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബീച്ചെത്തും. അങ്ങനെ ഗൈസ് നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ പേര് ബസ ബീച്ച് എന്നാണ്. ഇത് പണ്ടത്തെ ബീച്ചിനൊന്നും കൂടിയും പുതുക്കി പണിഞ്ഞതാണ് സംഭവം. പണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഷോപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫുള്ളും മണലിൻ്റെ പൊടിയില്ലേ, അങ്ങനത്തെ മണ്ണായിരുന്നു. എന്നിട്ട് നമുക്കൊക്കെ കളിക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഊഞ്ഞാലകളും കീയുന്നതും അങ്ങനെയൊക്കെ നീ ചാടണം മറിയണൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഫുള്ളൊക്കെ മാറ്റി ഇപ്പോൾ ഫുൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സെറ്റപ്പും പിന്നെ കുട്ടികൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കളിക്കാനുള്ള കുറച്ച് ചെറിയ സെറ്റപ്പും ആക്കിയതാണ്. ബാക്ക് കാണുന്നത് അവർക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സെറ്റപ്സാണ്. വലിയവർക്ക് ആടാൻ പറ്റിയ ഊഞ്ഞാല് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഞങ്ങൾ ഫ്രൈഡേ പോയതാണ്. ഫ്രൈഡേ പോയാൽ നമുക്ക് അവിടുത്തെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ അൺഎക്സ്പെക്റ്റഡായിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. അവിടെ പോയാൽ നമുക്ക് നമ്മളെ ഫാമിലി ഫ്രണ്ട്സുകളെ എല്ലാവരെയും കാണാൻ പറ്റും. തേഴ്സ്ഡേ ലുലു പോയാൽ അതേമാതിരി തന്നെ ഫ്രൈഡേ ഇവിടെ ഗൾഫിൽ ഇങ്ങനെയാണ്, ഫ്രൈഡേസ് ബിരിയാണി വെക്കണം. അപ്പം തേഴ്സ്ഡേ എല്ലാവരും ലുലു വരും സാധനങ്ങൾ വാങ്ങാനും അതിനും ഇതിനൊക്കെ ആയിട്ടും. ഇത് ഫ്രൈഡേത്തെ വ്ളോഗാണ്. ബട്ട് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴോ ആണെന്നേ ഉള്ളൂ. എഡിറ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ എഡിറ്റാക്കുമ്പോൾ അങ്ങോട്ട് വിടുക. ഇതാണ് കളിക്കുന്ന സെറ്റപ്പ്. ഇതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, എനിക്ക് കളിക്കാൻ പറ്റാത്തതിൽ. ഞാനെന്നൊക്കെ പറഞ്ഞാൽ ബീച്ച് പാർക്ക് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ പൊട്ടിച്ച് കുട്ടികൾക്കുള്ളതാക്കി ഗൈസ്. അപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റിയൊന്നുമില്ല. അതാണ് എനിക്ക് ഏക വിഷമം. സാരമില്ല. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഇവരെ കുറേ കാലത്തിന് ശേഷം കാണുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ സംസാരിച്ചിട്ടും പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതായിട്ടും ഇതായിട്ടും ചിരിച്ച് കുത്തിയിരിക്കുകയാണ്. കുട്ടികൾ അന്നേരം അവിടെ കളിക്കുന്നുണ്ട്. നല്ല വൈബായ ദിവസമായിരുന്നു. ഞങ്ങൾ തിരിച്ച് പോകുന്നത് എപ്പോഴാണ് 10 മണി 10:30 ഒക്കെ ആകുമ്പോഴായിരുന്നു. എല്ലാവരും കണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. ഇനിയും കുറേ പാർക്കുകളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് മോർ ബ്യൂട്ടിഫുൾ ആക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയൊരു അടുത്ത വരുത്തിൽ ആവുമോ അറിയില്ല. ഇനിയും വരുന്ന നെക്സ്റ്റ് വെക്കേഷൻ ടൈമിൽ വരാൻ പറ്റുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് റെഡി ആവുമെന്നാണ് വിചാരിക്കുന്നത്. അതിലെങ്കിലും നമുക്ക് ആടാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഇതൊക്കെ വന്നാൽ മതിയായിരുന്നു, കീയാനും ആടാനുള്ളത്. അങ്ങനെ ഗൈസ് നമ്മളിത് അവിടുന്ന് പോന്നു. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പപ്പൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. പപ്പൻ്റെ കടയിലെത്തിയെന്ന് പറഞ്ഞാൽ വീട്ടിലെത്തി. അതന്നെ, പപ്പൻ്റെ കടേൻ്റെ ബാക്കിലാണല്ലോ വീട്. അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗ് വരുന്നതായിരിക്കും. ബൈ ബൈ.